ലോസ്റ്റ് ഇൻ സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലൊരു പുതിയ അനിമേഷൻ സിനിമ റിലീസായിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു നൈസ് സിനിമയാണ് എന്നുള്ളതാണ്. 1.5 മണിക്കൂറുണ്ട് ഈ ഒരു സിനിമ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പടം. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ചില അനിമേഷൻ സിനിമകളൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇത് അതേപോലെയാണ്. കൊറിയനാണ് സിനിമ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഞാൻ നോക്കിയിട്ട് ഭയങ്കര പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു ഹോളിവുഡ് സിനിമയല്ല, ഒരു കൊറിയൻ സിനിമയാണ്. അതുകൊണ്ട് തന്നെ കൊറിയൻ ഫീച്ചർ ഫിലിം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കൊറിയൻ സിനിമകൾ പ്രത്യേകിച്ച് ഭയങ്കര ലൈഫ് കാണിക്കുന്നത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെയാണ്. ഈ ഒരു സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊരു റൊമാൻസ് അഡ്വഞ്ചർ ആണെങ്കിലും ഇതിനകത്ത് കുറച്ചധികം മ്യൂസിക്കുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. ഒരു ആസ്ട്രോനോട്ടും അതേപോലെ തന്നെ ഒരു സാധാ ഒരു നോർമൽ ലൈഫിൽ ജീവിക്കുന്ന ഒരു മ്യൂസീഷ്യനും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി പറയുന്നു. ഈ ആസ്ട്രോനോട്ട് പറയുന്ന പോലെ മാർസിലൊരു എക്സ്പെഡിഷന് പോകാനായിട്ട് നിൽക്കുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പറയുന്ന നമ്മുടെ ജയ് എന്ന് പറയുന്ന നായകനെ കണ്ടുമുട്ടുന്നു. ഇവർ അറിയാണ്ട് ഇവർ തമ്മിലൊരു കണക്ഷൻ ആവുന്നതും ഇവർ തമ്മിലൊരു പ്രണയം ഉണ്ടാകുന്നതും ഒക്കെയാണ് സിനിമ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർക്കിടയിൽ, അതായത് നായിക പറഞ്ഞ പോലെ സ്പേസിൽ പോവുകയാണ്, നായകൻ എർത്തിലാണ്. അപ്പം ഒരു ഭയങ്കര ഒരു സ്പേസ് ഇവർക്ക് തമ്മിലുണ്ട്. അതായത് കിലോമീറ്ററുകളല്ല, ലൈറ്റ് ഇയേഴ്സിൻ്റെ പറയുന്നത് പോലെ ഒരു ഒരു ഭയങ്കര ഗ്യാപ്പുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാർസിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറച്ചധികം പ്രശ്നങ്ങൾ, ഇവർക്കിടയിൽ ഇതിന് മുമ്പ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെങ്ങനെ ഇവർ സോൾവ് ചെയ്യുന്നു, അങ്ങനെ ഭയങ്കര നമ്മൾ ഈ അഡ്രിനാലിൻ റഷ് ചെയ്യുന്ന കുറച്ചധികം സീനുകളും, ഒരു അനിമേഷൻ സിനിമയാണെങ്കിൽ കൂടെ അഡ്രിനാലിൻ റഷ് വരുന്ന കുറേ അധികം സീനുകളും, നമ്മൾ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന സീനുകളും, അതായത് നമ്മുടെ നായകൻ്റെയും പാസ്റ്റ് ലൈഫ് ഇത് പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ്, അത് സിനിമയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, പ്രത്യേകിച്ച് നായികയുടെ പാസ്റ്റ് ലൈഫ്, നായികയുടെ ഫാമിലി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊരു ആസ്ട്രോനോട്ട് ഫാമിലിയാണ്. അപ്പം അവർക്ക് ആ ഒരു ഫാമിലി ഉണ്ടായ കുറച്ച് ആക്സിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നതും അതെങ്ങനെ ഈ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നു, കഥയായിട്ട് കണക്ട് ചെയ്ത് പോകുന്നു എന്നൊക്കെ ഉള്ളത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് 1.5 മണിക്കൂർ നമ്മളിങ്ങനെ ഇരുന്ന് ഭയങ്കര ഇമോഷണലായിട്ട് ചില സമയത്ത് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമ. ക്ലൈമാക്സിൽ ഇങ്ങനെ പറയുന്ന പോലെ ഒരു ഹാപ്പി എൻഡിങ് ഒക്കെ തരുന്നൊരു കിടിലൻ സിനിമയായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ. നെറ്റ്ഫ്ലിക്സിൻ്റെ സിനിമ തന്നെയാണ്, നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവർ തമ്മിലുള്ള ആ ഒരു പ്രണയം കാണിക്കുന്നത് ഭയങ്കര രസമാണെന്നുള്ളത്. അതിനകത്തിടയ്ക്ക് പാട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഇത്ര ഡീപ്പാണെന്നൊക്കെ കാണിക്കുന്ന സീനുകളൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ വിചാരിക്കും ഒരു സമയത്ത് ഇവർ ബ്രേക്കപ്പ് ആവുമായിരിക്കും, എന്നിട്ടായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല സിനിമ പോകുന്നത്, സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു കിടിലൻ സിനിമയാണ് ലോസ്റ്റ് ഇൻ സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞാൽ. കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ അനിമേഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമയാണിത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾ കണ്ടു നോക്കുക. കുറച്ച് അധികം ദിവസമായി സിനിമ റിലീസായിട്ട്. ഞാൻ കണ്ടിട്ടും കുറച്ച് ദിവസമായി, പക്ഷേ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം.